സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ആ മാലാഖമാർ അവരുടെ ചിറകുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ. ആ ഒരു സദസ്സിൽ ആത്മാർത്ഥമായി ആമീൻ എന്ന് പറയുമ്പോഴോ മലക്കുകൾ പറയുകയാണ് വലക മിസ്ലു വലക മിസ്ലു, അതുപോലത്തെ ഒന്ന് അല്ലാഹു നിനക്കും നൽകുമാറാവട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ അടിമകളെ സഹായിക്കുമ്പോഴാണ് അല്ലാഹു നമ്മെ സഹായിക്കുന്നത്. മറ്റൊരാളെ നമ്മൾ സഹായിക്കുമ്പോഴാ അല്ലാഹു നമ്മെ സഹായിക്കുന്നത്. അല്ലാഹുവേ, ഏതെങ്കിലും ഒരാൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോ അയാളുടെ വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ എന്ന് നമ്മളിവിടെ ദുആ ചെയ്യുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ആളുകളും വഅദ് പറയുന്ന ആളുകളും ഒക്കെ ആരോ ഒരാളാണ്. നമ്മുടെ ബന്ധമല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ കുടുംബമല്ല. ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവന് വേണ്ടിയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്കുള്ള സഹായമാണ്. ഇങ്ങനെ സഹായിച്ചാലേ അല്ലാഹു നമ്മയും സഹായിക്കുകയുള്ളൂ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ എത്ര കാലം അടിമകളെ സഹായിക്കുന്നുണ്ടോ, അവന്റെ വിഷമങ്ങളെ അകറ്റാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ടോ, വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, രോഗിയായ ആളുകൾക്കൊരു ചികിത്സ നൽകാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മെ സഹായിക്കുന്നത്. വെറുതെ അല്ലാഹുവിന്റെ സഹായം ലഭിക്കൂല, വെറുതെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കൂല. അതുകൊണ്ട് എല്ലാ സദസ്സുകളിലും എല്ലാ ദുആകളിലും ആർക്കോ വേണ്ടി ആമീൻ എന്ന് പറയുന്നതിന് പകരം ആത്മാർത്ഥമായി ദുആഇനെ നമ്മൾ ഓർക്കുകയും ആമീൻ അല്ലാഹുവേ നീ ഉത്തരം നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോ അത് അവന് മാത്രമല്ല നമ്മൾക്കുമുള്ള നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. അങ്ങനെ മാലാഖമാർ ആകാശലോകത്തേക്ക് പറന്നു പോവാൻ. പിറ്റേ ദിവസം രാവിലെ സുബഹയോടടുത്ത സമയം അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് വന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? അതെ, എന്റെ അടിമ അവിടെ എന്ത് ചെയ്യാൻ, എന്റെ അടിമകൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ അവർ അല്ലാഹുവിനോട് പറയുന്നത് യുസബ്ബിഹൂനക, അല്ലാഹുവേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തഹ്മീദ് ചെല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലുകയാണ് നിന്റെ അടിമകൾ അവിടെ. നിന്നെ കുറിച്ച് അവർ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുകയാണ്. നിന്നെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്, നിന്റെ ഖുർആനാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്, നിന്റെ പരിശുദ്ധ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദീസാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. എന്നെ കാണാതെ എന്നെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആരാധിക്കുകയാണോ അവർ? അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? രണ്ടാമത്തെ ചോദ്യം അല്ലാഹു അവിടുന്ന് ചോദിക്കുകയാണ്, എന്തൊന്നാണ് അവർക്ക് വേണ്ടത്? എന്താ നമ്മൾക്കൊക്കെ വേണ്ടത്? അല്ലാഹുവിന്റെ സ്വർഗമാണ്. എന്താണ് വേണ്ടത്? സ്വർഗമാണ് വേണ്ടത്. മലക്കുകളോട് ചോദിക്കുന്നു, വമാദാ യസ്അലൂൻ, എന്തൊന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്? അടിമകൾക്ക് എന്താണ് അവരുടെ ആവശ്യം? യസ്അലൂനകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. സ്വർഗം കണ്ടോ? അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം കാണാതെ സ്വർഗത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ. അതാണ് മുഅ്മിനീങ്ങൾ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന അസ്സലാഹ്. ആരാണ് മുഅ്മിനീങ്ങൾ? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ജ്ഞാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹു ഉണ്ടോ?
ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗമുണ്ടോ? ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വിശ്വസിക്കുന്നു. നരകമുണ്ടോ? നരകവുമുണ്ടല്ലോ. അൽ ഖബ്റു ഹഖ്ഖുൻ, ഖബ്ർ സത്യമാണ്. അസ്സിറാത്തു ഹഖ്ഖുൻ, സിറാത്ത് പാലം സത്യമാണ്. അൽ മഅ്ശറു ഹഖ്ഖുൻ, മഅ്ശറയും സത്യമാണ്. അന്നാറു ഹഖ്ഖുൻ, നരകവും സത്യമാണ്. ഇതൊക്കെ സത്യമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോഴേക്കും നമ്മളൊക്കെ വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, യാ മലായികത്തി, എന്റെ പൊന്നു മലക്കുകളെ, നിങ്ങളല്ലേ ഒരു കാലത്ത് പറഞ്ഞത് ഇവരെ സൃഷ്ടിക്കാൻ പാടില്ലെന്ന്? ഈ മനുഷ്യരെ സൃഷ്ടിക്കല്ല, ഇവര് രക്തം ചിന്തുന്നവരാണ്, ഇവര് തോന്നിവാസികളാണ്, താന്തോന്നികളാണ്, ഇവരെ സൃഷ്ടിക്കല്ല. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിനക്ക് സ്തുതിപാട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാനും നിന്നെ പുകഴ്ത്താനും നിന്നെ സ്തുതിക്കാനും ഞങ്ങളുണ്ടല്ലോ അല്ലാ. എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച നിങ്ങൾക്ക് മറുപടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷമാണിത്. അല്ലാഹുവിന്റെ അഭിമാനമാണ്. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒരു അവാർഡുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഉപ്പയ്ക്കോ ഒരു ഉമ്മയ്ക്കോ ഉണ്ടാകുന്ന അഭിമാനം എത്രേ! അതിനേക്കാളും അഭിമാനം അള്ളാഹുവിന് നമ്മെ കാണുമ്പോൾ ഉണ്ട്. ഈ ഒരു സംഗമം, ഈ ഒരു മജ്ലിസ്, ഈ ഒരു കൂട്ടായ്മ, നാളെ ഇരിക്കുന്ന ബുർദയുടെ മജ്ലിസ് ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമാണത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അന്നീ ഖദ് ഗഫർതു ലഹും, അവരുടെ സകലമാന ചെറുദോഷങ്ങളെയും ഞാനിതാ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ സദസ്സിൽ വന്നത് കാരണം അല്ലാഹു നമ്മുടെ പാപങ്ങളെ ഇതാ പുറത്തു തന്നിരിക്കുകയാണ്. ചെറുദോഷങ്ങളെ അല്ലാഹു പുറത്തു തന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, ഒരാൾ 5 വക്ത് നിസ്കരിക്കുകയും പരിശുദ്ധമായ റമളാൻ മാസം നോമ്പ് പിടിക്കുകയും അല്ലാഹുവിനെ പേടിച്ച് വൻദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് മുത്തു റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, ഷഹാദത്ത് കലിമ ചൊല്ലി, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു, നിസ്കരിച്ചുകൊണ്ടൊരാള് ജീവിച്ചു, വൻദോഷങ്ങൾ ചെയ്തതേയില്ല, പലിശ തിന്നതേ ഇല്ല, മറ്റുള്ളവനെ കൊന്നില്ല, മറ്റുള്ളവനെ സിഹർ ചെയ്തില്ല, മറ്റുള്ളവനെ ആരോപിച്ചില്ല, കള്ളുകുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, ഇങ്ങനെ ഒരാൾ ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ചെയ്താലോ? ചെയ്തവർക്ക് സ്വർഗമില്ലേ? അവർക്കുമുണ്ട് സ്വർഗം. അതിനാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവീൻ. തൗബ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച, പരിശുദ്ധ റമളാനിന്റെ വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാര് ചൊല്ലിത്തരുന്ന ആ ഒരു നീണ്ട തൗബ മാത്രമാണോ? അല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾക്കൊരു ഖേദം വരാണ്. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അന്നദം, ഖേദം എന്നാണ്. അല്ലാഹുവേ, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു പോയല്ലോ, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ. ഞാൻ കള്ളു കുടിച്ചു പോയി, ഞാൻ പ്രണയിച്ചു പോയി, ഞാൻ പ്രേമിച്ചു പോയി, ഞാൻ പലിശ തിന്നുപോയി, അറിയാതെ ചെയ്തു പോയതാണ്, ഞാൻ തോന്നിവാസങ്ങളിൽ പെട്ടുപോയി നാഥ, ഇനി ഞാൻ ചെയ്യില്ല എന്ന ഒരു മനക്കരുത്ത് മനസ്സിൽ കരുതുക. എന്നിട്ടുടനെ പറയാ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എന്റെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ വൻദോഷങ്ങളെയും ചെറുദോഷങ്ങളെയും പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. യാ ഉമർ ലിമ തബ്കി, ഉമറേ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് കരയുന്നത് എന്ന് മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എങ്ങനെയാണ് ഞാൻ കരയാതിരിക്കുക? എങ്ങനെയാണ് എന്റെ കരച്ചിലിനെ ഞാൻ കൺട്രോൾ ചെയ്യാ? പുറത്തൊരു ചെറുപ്പക്കാരനുണ്ട്, പള്ളിയുടെ കവാടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ തിന്മകൾ കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു പോയി നബിയെ, അങ്ങനെയാണ് ഞാൻ കരയുന്നത്.
വഹുവ യബ്കീ. ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നബിയെ. വാതിലിന്റെ ഉമ്മറത്ത് നിന്ന് വാതിലിന്റെ പിടിപിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് നബിയെ എനിക്കും കരച്ചിൽ വന്നത്. അവന്റെ തെറ്റുകൾ ഞാൻ കേട്ടുപോയപ്പോ എനിക്കെന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നബിയെ. അങ്ങനെയാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബിച്ചങ്ങൾ നേരെ ആ ചെറുപ്പക്കാരന്റെ അടുത്ത് ചെന്നു. ചെറുപ്പക്കാരനെ വിളിച്ചു. എന്താ കുഴപ്പം, എന്താ പ്രശ്നം? ചെറുപ്പക്കാരൻ പറയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അബ്കത്നി ദുനൂബുൻ കസീറ. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അല്ലാഹ്. എണ്ണമറ്റ തെറ്റുകൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നുപോയി നബിയെ. അതാണ് എന്നിങ്ങനെ കരയിപ്പിക്കുന്നത്. വഖിഫ്തു മിൻ ജബ്ബാരിൻ ഗൽബാന അലൈഹി. എന്നോട് ദേഷ്യമുള്ള, എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന കോപിഷ്ഠനായ സർവശക്തനായ റബ്ബിനെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുകയാണ് നബിയെ. ഇങ്ങനെയാണ് ഞാൻ കരയുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, അശ്റക്ത ബില്ലാഹി ശൈആ. ചെറുപ്പക്കാരാ, നീ ശിർക്ക് ചെയ്തോ? അല്ലാഹയല്ലാതെ, അല്ലാഹുവല്ലാതെ വേറെ ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിച്ചുവോ? അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവത്തെയോ മറ്റൊരു സൃഷ്ടാവിനെയോ നീ ആരാധിച്ചോ? എന്താണ് നീ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞു തരുമോ? സുഹാബി പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അഖതൽത നഫ്സൻ ബിഗൈരി ഹഖ്ഖിൻ. മറ്റൊരാളെ നീ കൊന്നിട്ടുണ്ടോ? ഒരു മുസ്ലിമായ സഹോദരനെ അനാവശ്യമായി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ ഇവിടെ കൊലപാതകങ്ങൾ. അങ്ങനെ ഒരാളെ നീ കൊന്നിട്ടുണ്ടോ? മറ്റൊരു ശരീരത്തെ നീ കൊന്നിട്ടുണ്ടോ? അതൊക്കെ വൻദോഷങ്ങളിൽ പെട്ടതല്ലേ? ഇല്ല നബിയേ, ഇല്ല, ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല നബിയേ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഫഇന്നല്ലാഹ യഗ്ഫിറു ദംബക. അല്ലാഹു നിന്റെ പാപങ്ങളെ പുറത്തു തരും ചെറുപ്പക്കാരാ. അല്ലാഹു പുറത്തു തരും, നീ വിഷമിക്കണ്ട. ഫഇന്നല്ലാഹ യഗ്ഫിറു ദംബക വലൗ കാന മിസ്ല السماوات السبع. നീ ചെയ്യുന്ന തെറ്റ് 7 ആകാശങ്ങളെക്കാളും, വൽ അർളീന السبع 7 ഭൂമിയെക്കാളും, വൽ ജിബാലിർ റവാസി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെക്കാളും വലിയ തെറ്റാണ് നീ ചെയ്തതെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും, വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നമ്മൾ പറയാൻ, നമ്മളൊക്കെ തെറ്റ് ചെയ്ത് ആകെ നിരാശരായിരിക്കുന്ന ആളുകളാണ്. നമ്മൾക്കൊരു വിശ്വാസമില്ല. പടച്ചോനെ പുറത്തു തരുമോ? ഞാനൊക്കെ രക്ഷപ്പെടുവോ? ഖബറിൽ എന്തായിരിക്കും? എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന ഒരു പേടിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അങ്ങനെ ജീവിക്കാൻ പാടില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കുക, എനിക്ക് സ്വർഗം കിട്ടുമെന്ന വിശ്വാസം, ഞാൻ ഖബറിൽ രക്ഷപ്പെടുമെന്ന വിശ്വാസം, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അല്ലാഹു പുറത്തു തന്നേക്കും. അന ഇൻദ ളന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. ഒരാളുടെ അഭിപ്രായം എന്താ? ഞാൻ തെറ്റ് ചെയ്തല്ലോ, അല്ലാഹു എനിക്ക് പുറത്തു തരില്ലല്ലോ എന്നാണ് നീ മനസ്സിൽ കരുതുന്നത് എങ്കിൽ അല്ലാഹു പുറത്തു തരൂല. അന ഇൻദ ളന്നി അബ്ദി ബി. എന്നെ കുറിച്ച് എന്റെ അടിമ എന്താ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറാൻ പോകുന്നത്. ഇത് ഹബീബിന്റെ വാക്കാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഹ്സിനുൽ ളന്ന ബിനാ. ഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇലാഹി, എന്റെ റബ്ബേ, അത്തഹരികു ഫുആദൻ. അല്ലാഹുവേ, നിന്നെ ആരാധിച്ച ഒരു ശരീരത്തെ നീ കരിച്ചു കളയുമോ അല്ലാഹ്? ഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, അത്തഹരിഖു ഫുആദൻ,
നിന്നെ ആരാധിച്ച, നിന്നെ സ്നേഹിച്ച, നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെ ശരീരത്തെ നീ നാളെ നരകത്തിൽ കരിച്ചു കളയുമോ അല്ലാ? അപ്പോഴാണ് ഒരു ശരീരി കേൾക്കുന്നത്, അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. എവിടെ നിന്നോ ഒരു ശബ്ദം. എന്താണ് ശബ്ദമെന്നറിയോ? അഹ്സിനിൽ വന്ന ബിനാ റാബിയ, എന്നെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. എന്നെ കുറിച്ച് ദോഷങ്ങളെ പൊറുക്കുന്നവെന്ന് ചിന്തിക്കൂ റാബിയ. എന്നെ കുറിച്ച് സ്വർഗത്തിലേക്ക് കടത്തുന്ന ആളാണെന്ന് ചിന്തിക്കൂ റാബിയ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണെന്ന് കരുതല്ലേ റാബിയ. അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ളൊരു ശരീരിയാണ് അവിടെ കേട്ടത്. അന ഇൻദ ളന്നി അബ്ദി ബി, നിങ്ങൾ എങ്ങനെയാണോ കരുതുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറാനിരിക്കുന്നത്. വലിയൊരു രോഗം നമ്മൾക്ക് പിടിപ്പെട്ടു എന്ന് കരുതുക. ഇതൊന്നും ശിഫയാവൂല, ഞാൻ മരിക്കാൻ പോവാൻ എന്നാണോ നമ്മുടെ ചിന്ത, നമ്മൾക്ക് ഒരിക്കലും ശിഫ കിട്ടൂല. ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനാണ് ആരോഗ്യം വേണ്ടത്. അത് വലിയൊരു വിഷയമാണ്. ഒരു ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും എന്തുമാവട്ടെ, നമ്മുടെ ശരീരത്തിനല്ല